you are beautiful. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഇന്ന് മാക്കിന്റെ ഫൗണ്ടേഷന്റെ റിവ്യൂ ആണ്. നേരത്തെ ഞാൻ വീഡിയോസിൽ മാക്ക് പ്രോഡക്ട്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ ആയിരുന്നു കൂടുതലും റിക്വസ്റ്റ് ഉള്ളത് ഇതിന്റെ റിവ്യൂ വേണമെന്ന്. അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും അവരുടെ ഫിക്സ് പ്ലസ് അവരുടെ ഒരു സ്പ്രേയും ഞാൻ വാങ്ങിച്ചു. പിന്നെ അതിനൊപ്പം തന്നെ വേറെ 2 പ്രോഡക്റ്റും വാങ്ങിച്ചു. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാക്കിന്റെ റിവ്യൂ കാണാം. ഇന്നിട്ടേക്കുന്ന ഈ നെക്ക് പീസ് വന്നിട്ട് റൂഹൻ കളക്ഷൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ നല്ല അടിപൊളി. ഇതിൽ മിറർ വർക്ക് ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ ഷൈന് കണ്ടോ? ഇത് ഗ്ലാസ് വർക്ക് ആണ് കേട്ടോ അതിലുള്ളത്. സോ ആദ്യം തന്നെ നമുക്ക് ഇവരുടെ ഈ മാക് പ്രെപ്പ് പ്ലസ് യൂസ് ചെയ്യാം. മാക് പ്രെപ്പ് പ്ലസ് പ്രൈം ഇതൊരു സെറ്റിംഗ് സ്പ്രേ അല്ല, ഇത് ആക്ച്വലി മേക്കപ്പ് ഇടുന്നേക്കാൾ മുന്നേ ഫേസിനൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇത് നിങ്ങൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റി പറയാം. ഞാൻ ആദ്യം ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചത്. ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ അവരുടെ സ്മോൾ പാക്കേജിംഗ് ആണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇത് 30 ml പ്രോഡക്റ്റ് ആണ്. ഇതിൽ 100 ml അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഇസ് ₹1200. കുറച്ച് പ്രോഡക്റ്റ് ഉള്ളൂ, ബട്ട് ആ ബോട്ടിൽ ഫുൾ ഉണ്ടായിരുന്നു. ഞാനിത് ഇത്ര ഫിനിഷ് ആക്കിയിട്ടുണ്ട്, കാരണം ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ റിവ്യൂ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഇതിൻ്റെ നോസിൽ. ഇതിങ്ങനെ തുറക്കാനൊന്നുമില്ല, ഇങ്ങനെ ലോക്ക് ചെയ്യുക. ഇതാണ് തുറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ആൻഡ് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. കണ്ടോ? ജസ്റ്റ് വെള്ളമാണ് കേട്ടോ. സോ എൻ്റെ ക്യാമറ ഞാൻ മിററിൽ കാണുമ്പോൾ ഉള്ള ഇതല്ല എനിക്ക് ഈ ക്യാമറയിൽ കാണുമ്പോൾ ലൈക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഭയങ്കര ഡിം ആക്കിയിട്ടാണ്. ഇനി എൻ്റെ ക്യാമറയുടെ സെറ്റിങ്സ് എനിക്ക് മാറ്റാനുണ്ട്. ഞാനിതിപ്പോൾ വെറും ഓട്ടോ മോഡിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ പഠിച്ച് വരുന്നുള്ളൂ കേട്ടോ. ഐ മീൻ കുറച്ച് നാളായി ക്യാമറ കിട്ടിയിട്ട്, പക്ഷേ ഞാനിതൊന്നും മാറ്റാൻ നോക്കിയിട്ടില്ല. വെറുതെ അങ്ങനെ റെക്കോർഡ് ചെയ്യാണ്. ആൻഡ് യെസ്, ഇത് മാക്കിന്റെ ഈ സെറ്റിംഗ് സ്പ്രേ പലരുടെയും വിചാരം ഇതൊരു സെറ്റിംഗ് സ്പ്രേ ആണ്, അതായത് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സെറ്റിംഗ് സ്പ്രേ ആണെന്നാണ് വിചാരം. ബട്ട് ഇത് ആക്ച്വലി ഒരു സെറ്റിംഗ് സ്പ്രേ അല്ല. ഇത് നമുക്ക് മേക്കപ്പ് ഇടുന്നേക്കാൻ മുന്നേ ഒരു ബേസ്. സോ ഇത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് മേ ബി ഡ്രൈ സ്കിൻകാർക്കാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓയിലി സ്കിൻകാർക്ക് വെറും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. ആൻഡ് ഹൈഡ്രേഷൻ തരും. അല്ലാതെ ഇപ്പൊ പോർസ് ഉള്ളവർക്ക് നമ്മൾ പൊതുവേ ഇത് ഒരു മേക്കപ്പ് ബേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൈമർ ആയി കാണുന്നുണ്ടാവും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. സോ ഇത് നമ്മുടെ പോർസിനൊന്നും ചെയ്യില്ല. ഇറ്റ് ജസ്റ്റ് ഹൈഡ്രേറ്റ്സ് യുവർ സ്കിൻ. നമുക്കൊരു മോയ്സ്ചറൈസിങ്. സോ ഇത് നമ്മൾ ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ വിത്ത് മോയ്സ്ചറൈസർ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തു, വിത്തൗട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വിത്ത് മോയ്സ്ചറൈസർ ഇത്, വിത്തൗട്ട് മോയ്സ്ചറൈസർ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് കുറച്ച് ക്വാണ്ടിറ്റിയെ വേണ്ടു. സോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എന്താണ് ആക്ച്വലി, ഇതിന്റെ യൂസ് എന്താണെന്നുള്ളതിന്. ഇത് ആക്ച്വലി മേക്കപ്പിന് മുന്നേ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റെഡി ആക്കാണ് മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾക്ക് പൊതുവേ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ പല ബെനിഫിറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് പോഴ്സ് ബ്ലർ ചെയ്യാനാണ് നിങ്ങളുടെ ആവശ്യം വെച്ചെങ്കിൽ അതിനുള്ളതല്ല ഈ പ്രോഡക്റ്റ്. സോ ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് ഫോർ ഡ്രൈ സ്കിൻ. നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ഇത് ഒരു മസ്റ്റ് ബൈ അല്ല. മേ ബി ഡ്രൈ സ്കിൻ ക്യാൻ ഗിവ് എ ട്രൈ. ഇത് ബേസിക്കലി ഒരു ഹൈഡ്രേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഞാനിത് എന്തായാലും യൂസ് ചെയ്ത് കാണിച്ചു. ഞാനിതിപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് വെറുതെ സ്പ്രേ ചെയ്യാം. ഇതിന് നല്ല സ്മെല്ലുണ്ട്. ഈ സ്മെല്ലുണ്ടല്ലോ, എനിക്ക് എന്തോ ഓർമ്മ വരണേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ 3 കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നാട്ടില്. പിന്നെ ബാംഗ്ലൂരാണ് ഫുൾ പഠിച്ച് വളർന്നതൊക്കെ. സോ ആ നാട്ടിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഈ ചെമ്പകമരം ഉണ്ടായിരുന്നു. ചെമ്പകം എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്ലവർ ആണ് ചെമ്പകം. എനിക്ക് ചെമ്പകം, മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ചെമ്പകമുള്ളൊരു മരം ഉള്ളൊരു വീടുണ്ട്. ചെമ്പകമരം ഉള്ളൊരു ഇനി ചെമ്പകമരത്തിന് വല്ലതും ഉണ്ടോ പേര്? ആ മരത്തിന്റെ ആ വീടിന്റെ സൈഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് കിട്ടും. ആ തനി ചെമ്പകത്തിന്റെ മണമല്ല, ബട്ട് ആ കാറ്റും ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് ഒരു ഏർത്തിന്റെ ഒരു സ്മെല്ലും ഒക്കെ മിക്സ് ആയിട്ട് ഒരു മണം കിട്ടും. അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇത്. എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡ്യൂയി ഫിനിഷ് ഇത് തരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഷൈനിങ് കാണാൻ പറ്റില്ല, ഒരു ഡ്യൂയി ഫിനിഷ് ആണ് ഇത് തരുന്നത്. അതാണ് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊരു മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ പോൾസ് ഒക്കെ ബ്ലർ ചെയ്യുന്നുണ്ടെങ്കിൽ I would have been happy. കാരണം ഇതിന് 1200 കൊടുത്തിട്ട് ഞാൻ സ്മോൾ പാക്കേജിംഗ് ആണ് വാങ്ങിച്ചേക്കുന്നത്. സോ നമ്മൾക്ക് ഓയിലി സ്കിൻകാർക്ക് ഇത് അത്ര മസ്റ്റ് ബൈ അല്ല. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം.
സോ ഈ ഫൗണ്ടേഷൻ ഇതാണ് ഫൗണ്ടേഷൻ. സോ ഇതിനെ പറ്റി പറയാനൊക്കെ മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട് നമ്മുടെ ഈ മാക് ഫൗണ്ടേഷൻ ഷെയ്ഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. സോ ആദ്യം തന്നെ മാക് ആസ് എ ബ്രാൻഡ് ഞാൻ പറയാം, മാക് ക്രൂവൽറ്റി ഫ്രീ അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്, ആൻഡ് മാക് വേഗൻ അല്ല, ബട്ട് ഒരു നല്ല ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ജസ്റ്റ് ബേസിക് ആണ് ഞാൻ പറയുന്നത് ഒരു ബ്രാൻഡാണ്. ആൻഡ് സോ ഇനി മാക് ഫൗണ്ടേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാൻ മാക്കിന് ഈ NW, NC ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ NC എന്ന് പറയുന്നത് ന്യൂട്രൽ കൂൾ, ഈ NW എന്ന് പറയുമ്പോൾ ന്യൂട്രൽ വാം ആണ്. സോ നമ്മൾ എവിടെ ഇന്റർനെറ്റിൽ നോക്കിയാലും നമ്മുടെ വാം സ്കിൻ ടോൺ ആണോ കൂൾ സ്കിൻ ടോൺ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ പറയുക പറയാം, നമ്മുടെ നെർവ്സിന്റെ കളർ നോക്കിയിട്ടാണ് ഗസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാനും വിചാരിച്ചേക്കണേ. പക്ഷെ ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അതായത് അപ്പൊ ഞാൻ എൻ്റെ സ്കിൻ ടോൺ ഞാൻ വിചാരിച്ചത് ഞാൻ വാം ആണെന്നായിരുന്നു. ബിക്കോസ് അവർ നമ്മളോട് എന്താ പറഞ്ഞത്, നമ്മുടെ നെർവ്സ് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ വാം സ്കിൻ ടോൺ ആണ്, ആൻഡ് ഇഫ് നെർവ്സ് ആർ പേർപ്പിൾ കൂൾ സ്കിൻ ടോൺ ആണ്. സോ എൻ്റെ ബോഡി ഒക്കെ നോക്കുമ്പോൾ ഒരു വാമിൽ പെടും, ഓർ മേ ബി ന്യൂട്രൽ. പക്ഷെ എൻ്റെ ഫേസ് കുറച്ച് ടുവേർഡ്സ് റെഡിഷ് ആണ്, ആക്ച്വലി ന്യൂട്രൽ എന്ന് പറയാം എൻ്റെ ഒരു സ്കിൻ ഷെയ്ഡ്. സോ മാക്കിൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അണ്ടർ ടോൺസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടർ ടോൺസ് എന്തായാലും അറിയണം. കാരണം ഞാൻ മാക്ക് നേരിട്ട് കൗണ്ടറിൽ പോയി വാങ്ങിച്ചപ്പോൾ അവരെനിക്ക് തന്നത് NC40 ആൻഡ് NC42. അത് എനിക്ക് ഭയങ്കര യെല്ലോ ആണ്, ഭയങ്കര യെല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര യെല്ലോ. ആൻഡ് മേ ബി NC42 കുറച്ചൊരു ഷെയ്ഡ് ഡാർക്ക് ആയിരുന്നു എനിക്ക്. സോ NC40 എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് അതും അത്രയ്ക്ക് ഇഷ്ടമായില്ല. സോ ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു NC41 ഉണ്ടോന്ന്. കാരണം പൗഡറിൽ ഞാൻ NC41 വാങ്ങിച്ചപ്പോൾ പിന്നെയും കുഴപ്പമില്ലായിരുന്നു, കുറച്ച് യെല്ലോയിഷ് ആണ്, ബട്ട് എന്നാലും കുഴപ്പമില്ല. ന്യൂട്രൽ സ്കിൻ ടോൺ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം എൻ്റെ നെർവ്സ് ഒക്കെ ഗ്രീൻ ആയിട്ട് കാണുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചൊരു ന്യൂട്രൽ ടു കൂളർ സ്കിൻ ടോൺ ആണ് കേട്ടോ. ആദ്യം നിങ്ങളുടെ അണ്ടർ ടോൺസ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊക്കെ ഒരു 5 മിനിറ്റ് വെയിലത്ത് പോയാൽ വേഗം റെഡ് ആവും, അത്രയും റെഡ് ആവാറുണ്ട് ഞാൻ. സോ എൻ്റെ ഒരു കൂളർ സ്കിൻ ടോൺ ആണ്. പിന്നെ പൊതുവേ എനിക്ക് ഗോൾഡിനേക്കാളും ചേരുന്നത് സിൽവർ ജ്വല്ലറി ആണ്. ആൻഡ് ചിലപ്പോൾ ഗോൾഡും ചേരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ആക്ച്വലി ന്യൂട്രൽ സ്കിൻ ടോൺകാർക്ക് രണ്ടും ചേരുന്നതാണ് പറയാ. സോ എൻ്റെ സ്കിൻ ടോൺ അതാണ്. എന്തായാലും ഞാൻ എൻ്റെ മാക്കിൻ്റെ ഷെയ്ഡ് ഞാനിതിപ്പോൾ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഞാൻ നേരിട്ട് പോയി ട്രൈ ചെയ്തപ്പോൾ അവർക്ക് ഈ NW റേഞ്ച് അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ NW ഷെയ്ഡ് ന്യൂട്രൽ വാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവേ തോന്നും വാം സ്കിൻകാര് ആ NW ആണ് നോക്കണ്ടേ. സോ മാക്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ NW ആണ് കൂളർ ഷെയ്ഡ്സ് ഉള്ളതും NC ഈ ന്യൂട്രൽ ടു NC അതായത് ഈ ന്യൂട്രൽ കൂൾ സ്കിൻ ടോൺ ഉള്ളതാണ് വാം സ്കിൻ ടോൺ. അതായത് വാം എന്ന് പറയുമ്പോൾ ഈ യെല്ലോ, നമ്മുടെ ഇന്ത്യൻ സ്കിൻ പൊതുവേ വാം സ്കിൻ ടോൺ ആണ്. ഈ യെല്ലോ സ്കിൻ ടോൺ എന്ന് ഞാൻ പറയാം, അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി മനസ്സിലാവാൻ. ഇപ്പൊ ഞാനൊരു എക്സെപ്ഷൻ ആണ്. എൻ്റെ വാം അല്ല, എൻ്റെ ന്യൂട്രൽ ടു കൂൾ പറയാം, വാമേ അല്ല, യെല്ലോ അല്ല. കാരണം എനിക്ക് പലപ്പോഴും യെല്ലോ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ യെല്ലോ ആയിട്ട് കിടക്കാറുണ്ട്. ബട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് ബാലൻസ് ചെയ്യാറുണ്ട്. സോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരുപാട് വൃത്തികേട് ആയിട്ട് അങ്ങനെ തോന്നാറില്ല. നിങ്ങൾക്കും അങ്ങനെ മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്കും അങ്ങനെ തോന്നില്ല. ബിക്കോസ് എൻ്റെ മോർ ടുവേർഡ്സ് ന്യൂട്രൽ എന്ന് പറയാം. ബട്ട് കുറച്ചും കൂടിയും കൂളർ ഷെയ്ഡ്സ് ആണ് എൻ്റെ എക്സാക്ട് സ്കിൻ ടോൺ ആയിട്ട് എനിക്ക് കിട്ടാറ്. അപ്പൊ ഞാൻ മാക്കിൽ NC ഇപ്പൊ എൻ്റെ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടി. അതായത് ഇതിൽ 2 ml ഓഫ് മാക് ഫൗണ്ടേഷൻ 3 ഷെയ്ഡ്സ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. സോ നേരത്തെ ഞാൻ NC40ഉം NC42ഉം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു NC42 ഞാൻ ഒരു ദിവസം ഫീനിക്സ് മോളിൽ പോയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് വൃത്തികേടാണ്. എനിക്ക് NC42 എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നില്ല. മേ ബി ഇറ്റ്സ് ഡാർക്കർ. NC42 എനിക്ക് ഒന്നല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് അല്ലെങ്കിൽ ഭയങ്കര യെല്ലോയിഷ് ആയിരുന്നു. സോ ഇതാണ് NC42 ആൻഡ് ഇതാണ് NC40 ആൻഡ് ഇതാണ് NC37. സോ NC37 മേ ബി എനിക്ക് ലൈറ്റ് ആയിരിക്കും. NC ഇതൊക്കെ NC ആണ് കേട്ടോ. NC40 അപ്ലൈ ചെയ്തപ്പോൾ പിന്നെയും കുറച്ച് എൻ്റെ സ്കിന്നിന് കുറച്ചും കൂടി വെയറബിൾ ആണ് കേട്ടോ NC40. NC42 എനിക്ക് ഭയങ്കര യെല്ലോയിഷ് ഓർ ഓറഞ്ചിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ NC44 പിന്നെ പറയാനേ പറ്റില്ല, അതെനിക്ക് ബ്രൗൺ ഓറഞ്ച് ഒക്കെ ആയിട്ടാണ്, തീരെ പറ്റുന്നില്ല. എൻ്റെ ഐ തിങ്ക് NC40 ആണ് കുറച്ചും കൂടിയും റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാം. സോ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവര് എൻ്റെ സ്കിൻ ടോൺ ബട്ട് അണ്ടർ ടോൺസ് വാം ആണെങ്കിൽ നിങ്ങൾക്ക് NC40 ചേരും.
അല്ലെങ്കിൽ കുറച്ചും കൂടിയും എന്നെക്കാളും കുറച്ചും കൂടിയും ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ചും കൂടിയും NC42 നിങ്ങൾക്ക് ചേരും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാണ് NC42 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഞാൻ നിങ്ങൾക്കായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് NC42. കണ്ട, ഇതൊക്കെ കുറച്ച് യെല്ലോ ആണ്. സോ NC40 ആണ് ഇത്. ഇനി NC42 ഞാൻ കാണിച്ചു തരാം. NC37 അതിലും ലൈറ്റ് ആവും. ആൻഡ് ഇതാണ് NC42. സോ ഇതെൻ്റെ ഫേസിന് ഭയങ്കര യെല്ലോയിഷ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇപ്രാവശ്യം NW ട്രൈ ചെയ്യാന്ന് വെച്ചു. കാരണം എൻ്റെ അണ്ടർ ടോൺ കൂളർ സ്കിൻ ടോൺകാർക്ക് ഞാൻ പറഞ്ഞില്ലേ, മാക്കിൽ ആക്ച്വലി ഓപ്പോസിറ്റ് ആണ്. നിങ്ങളുടെ എന്താണ് അണ്ടർ ടോൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണം നമുക്ക് വാങ്ങിക്കാനായിട്ട്. സോ NW35 ആണ് എനിക്ക് കിട്ടിയത്. സോ 35 പറയാനാണെങ്കിൽ കുറച്ച് എനിക്ക് ഡാർക്ക് ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല. കണ്ടോ, ഇത് ആക്ച്വലി എനിക്ക് ഡാർക്ക് ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. എൻ്റെ ഫോർഹെഡ് കമ്പയർ ടു റെസ്റ്റ് ഓഫ് ദ ഫേസ് ഇവിടെ കുറച്ച് ടാൻഡ് ആണ്. സോ ആ ടാനിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇത്തിരി ഡാർക്കർ ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ എടുത്തത്. സോ ഞാൻ എടുത്തത് NW35 ആണ്. സോ ഐ തിങ്ക് NW30 എടുത്തെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും അത് ആപ്റ്റ് ആയിരുന്നു എൻ്റെ സ്കിന്ന്. ബിക്കോസ് എൻ്റെ ഈ ഭാഗം ഭയങ്കര ലൈറ്റ് ആണ് കമ്പയർ ടു ഇവിടെ. എൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ഓഫ് സ്കിന്നാണ്, ഇവിടെ കുറച്ച് ഡീപ്പർ ആണ്. സോ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മാച്ച് ആവുന്ന ഒരു ഷെയ്ഡിനെ എടുത്തത്. സോ എൻ്റെ ഷെയ്ഡ് NW35 ആണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്, NC അല്ല, NW. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണാം. ആൻഡ് ഇതാണ് ബോട്ടിൽ. ഇത്ര പോകുന്ന ബോട്ടിലിന് 2700 ആണ്. യെസ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ കാണാം. ആൻഡ് നോ പമ്പ്, ഇതിന് പമ്പില്ല കേട്ടോ. ആപ്ലിക്കേഷൻ നല്ല സ്മൂത്ത് ആയിരുന്നു, ഈസി ആയിട്ട് ഗ്ലൈഡ് ഓൺ ആയി. ബിക്കോസ് ഓൾറെഡി നമ്മൾ സ്കിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ സെറ്റിംഗ്, ആ സ്പ്രേ യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ കളർ എൻ്റെ സ്കിന്നിൽ നന്നായി ബ്ലെൻഡായി. ആൻഡ് ലെയർ ഓൺ ചെയ്തപ്പോഴും എന്താ പറയുക, കേക്കി ആയിട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് കവറേജ് മീഡിയം ഉള്ളൂന്ന് എനിക്ക് തോന്നി. ലെയർ ഓൺ ചെയ്തപ്പോഴും കുറച്ച് സ്കാർസ്, നമുക്ക് ഡീപ്പ് സ്കാർസ് ഉണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കാണാൻ പറ്റും. ഫുൾ ഫേസ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫിനിഷിങ്. അപ്പൊ നേരത്തെ ഞാനൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത് ഓയിലി സ്കിൻകാർക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അത് കാരണം നമ്മുടെ ഫൗണ്ടേഷൻ മുഖത്ത് ഇട്ടതും ഭയങ്കരമായിട്ട് കുറച്ച് ഓയിലി ആയിട്ട് കിടക്കുന്നത് അത് കാരണമാണ്. ആ സ്പ്രേ യൂസ് ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മുന്നും സ്പ്രേ യൂസ് ചെയ്യാതെ ഈ ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്ര ഓയിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ആ സ്പ്രേ വന്നിട്ട് ഡ്രൈ സ്കിൻകാർക്ക് സൂപ്പർ ആവും കേട്ടോ. അപ്പോൾ ഇതിനൊരു മീഡിയം കവറേജ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു മീഡിയം കവറേജ് ആണ്. ഇപ്പോഴും എൻ്റെ ചെറുതായിട്ട് ആക്നെ കാണുന്നുണ്ട്. ബട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെയും മാക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ, ഇത് മാറ്റ് ഫിനിഷ് എന്നാണ് പറയണത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാറ്റ് ആണ്, ലൈക്ക് ആ ഡ്രൈ മാറ്റ് ഫിനിഷ് അല്ല. നല്ല ലൈറ്റ് വെയിറ്റ്, നല്ല കംഫർട്ടബിൾ ഫിനിഷ് തന്നെയാണ്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും എനിക്ക് സെറ്റ് ചെയ്യണം, എൻ്റെ ഒരു ഫേസിനെ എനിക്ക് സെറ്റ് ചെയ്യണം. എൻ്റെ എക്സ്ട്രീംലി ഓയിലി സ്കിന്നായ കാരണം എനിക്ക് സെറ്റ് ചെയ്യണം. ബട്ട് എനിക്ക് ഫൗണ്ടേഷൻ മുഖത്ത് അങ്ങനെ ഇട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കോമ്പാക്റ്റ് NC41 ആണ്. അപ്പോൾ ഞാൻ ആ സെയിം കോമ്പാക്റ്റ് എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് ആക്ച്വലി ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. ബട്ട് ആ കണ്ണിൻ്റെ അവിടെ അത് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഫുൾ ഫേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഫുൾ ഫ്ലാറ്റായിട്ട് തോന്നുന്നു, വേറെ ഒന്നുമല്ല, നമ്മൾ ഐ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ വേഗം ഐ മേക്കും ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക്, മാക്കിൻ്റെ 2 ലിപ്സ്റ്റിക് ഉണ്ട് എൻ്റെ കയ്യിൽ, അതും കൂടി സ്പോച്ച് ചെയ്യും. ഞാനിത് റിമൂവ് ചെയ്തിട്ട് വരാം. സോ എൻ്റെ കയ്യിൽ കാണിക്കാനായിട്ട് 2 ലിപ്സ്റ്റിക് ഉണ്ട് മാക്കിൻ്റെ. 2ഉം ഫുൾ സൈസ് ലിപ്സ്റ്റിക് ആണ്. ഒരെണ്ണം മാക്കിൻ്റെ ആംപ്ലിഫൈഡ് ഫിനിഷ്. സോ മാക്കിന് കുറേ ഫിനിഷ് ഉണ്ട്. സാറ്റിൻ ഉണ്ട്, ആംപ്ലിഫൈഡ് ഉണ്ട്, മാറ്റ് ഉണ്ട്, റെട്രോ മാറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഫിനിഷസ് ഉണ്ട് കേട്ടോ. സോ ഇത് വന്നിട്ട് മാക്കിൻ്റെ പൗഡർ കിസ് ലിപ്സ്റ്റിക് ഡിവോട്ടഡ് ടു ചില്ലി. ഇത് വന്നിട്ട് മാക്കിൻ്റെ ബ്രിക്കോല. ഇത് രണ്ടും പുതിയതാണ്. പക്ഷേ ഇത് നോക്കി എൻ്റെ മക്കൾ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ഞാനിതൊരു ലിപ്പ് ബ്രഷ് ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം.
എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് ഇത്. ബട്ട് എൻ്റെ മക്കള് അത് ഇങ്ങനെ ആക്കി. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡായിരുന്നു. ഇതത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. സോ ഇതാണ് ഡിവോട്ടഡ് ടു ചില്ലി. നല്ലൊരു ഷെയ്ഡാണ്. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിന് നല്ല ഷെയ്ഡാണ്. അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ബട്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. വേഗം ചുണ്ടെന്ന് പോവും. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര മധുരമാണ്. പക്ഷെ മറ്റേ ആംപ്ലിഫൈഡ് ഫിനിഷിന് അതില്ല കേട്ടോ. അപ്പോൾ ഇതാണ്. എനിക്ക് ലിപ്സ്റ്റിക് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ല. എനിക്ക് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ ഫുള്ളായിട്ട് കിട്ടില്ല എന്ന് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതാണ് ഒരു ലിപ്സ്റ്റിക്. ഇനി ഞാൻ അടുത്ത ലിപ്സ്റ്റിക് കാണിച്ചു തരാം. അത് മാക്കിൻ്റെ ബ്രിക്കോളയാണ്. മീഡിയം ടു ഡസ്കി സ്കിൻ ടോൺ. അതൊരു ഡെയിലി വെയർ ഷെയ്ഡാണ്. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ഇരുണ്ട് വന്നു തുടങ്ങി. ഇവിടെ ഭയങ്കര മഴക്കാർ. ഞാനിനി ആ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സോ അടുത്തത് കാണിക്കാനുള്ളത് മാക്കിൻ്റെ ആംപ്ലിഫൈഡ്. ഇത് നല്ലൊരു പിങ്കിഷ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് മാറ്റ് ഫിനിഷ് അല്ല, ഗ്ലോസി ഫിനിഷാണ്. നല്ലൊരു ഷെയ്ഡാണ്. ബട്ട് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഒരു ഡെയിലി വെയർ ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് പിങ്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു പിങ്കിഷ് ബ്രൗണിഷ് ഷെയ്ഡാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാനായിട്ട് ഇത് മാറ്റ് അല്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര സ്മൂത്ത് ആണ്, ഈസി ടു അപ്ലൈ ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, സ്മച്ച് പ്രൂഫ് അല്ല. ഇത് സ്മച്ച് ആവും, ട്രാൻസ്ഫർ ആവും. ആൻഡ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നന്നായി ട്രാൻസ്ഫർ ആവും കേട്ടോ. ഭയങ്കരമായിട്ട് ട്രാൻസ്ഫർ ആവും. ഇത് മാക്കിൻ്റെ ആംപ്ലിഫൈഡ് ഫിനിഷ് ആണ്. സി, നമുക്ക് ഇങ്ങനത്തെ ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക്ക് ട്രാൻസ്ഫർ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഏത് ബ്രാൻഡ് ആയാലും ഇങ്ങനത്തെ ഈ ഗ്ലോസി ഫിനിഷുള്ള ലിപ്സ്റ്റിക് എന്തായാലും ട്രാൻസ്ഫർ ആവും. ഞാനത് വീണ്ടും റീടച്ച് ചെയ്തതാണ്. ബട്ട് നല്ല കംഫർട്ടബിൾ ആണ്. ഇതിന് ആ മധുരം ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒരു വാനില സ്മെൽ ഉണ്ടെന്നുള്ളൂ, ആ ടേസ്റ്റ് ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഒരു 3.5 to 4 hours ഒക്കെ ലിപ്സ്റ്റിൽ ഉണ്ടാവും. ബട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുക, ബർഗേഴ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അതിൽ വരും. ബട്ട് യെസ്, ആ ഫിനിഷ് കാരണമാണ് അത് ട്രാൻസ്ഫർ ആവണേ. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഐ തിങ്ക് മാക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചും കൂടിയും അവർക്കൊന്ന് നല്ല നല്ല ലിപ് ഷെയ്ഡ്സ് അവർക്ക് ഉണ്ടാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് അതർവൈസ് മാക്ക് കുഴപ്പമില്ല, നല്ലതാണ്. കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. ആകെ പറയാനുള്ളത് എനിക്ക് പ്രൈസ് ഇത്തിരി കൂടുതലാണ്. ബിക്കോസ് ഇതിലും വില കുറവുള്ള പ്രൈസിൽ ഏകദേശം ഇങ്ങനത്തെ പെർഫോമൻസ് ഉള്ള കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ബട്ട് ഒന്നും നെഗറ്റീവായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. ആകെ ഇതിൻ്റെ വില മാത്രമാണ് ഇത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ഫൗണ്ടേഷൻ, സ്പെഷ്യലി ഈ മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ലെയർ മൊത്തമുള്ള പോലെ തോന്നും. അത് എനിക്ക് ഇതിന് തോന്നുന്നില്ല കേട്ടോ. സോ അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ആൻഡ് ഇത് ട്രാൻസ്ഫർ ആവുമെന്ന് നോക്കാം. പക്ഷേ എൻ്റെ ഫോൺ ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ചെക്ക്. ഇത് ട്രാൻസ്ഫർ ആവുമെന്നോ? ഇല്ല, കാര്യമായിട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല. അതെൻ്റെ ഓയിലിനെസ് മാത്രമാണ്. ചില ഫൗണ്ടേഷൻസ് ഞാനിട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇത് വെക്കുമ്പോണ്ടല്ലോ, ആ ഫൗണ്ടേഷൻ അതുപോലെ വരാറുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ട്രാൻസ്ഫർ ആവുന്നില്ല കേട്ടോ. ഓൾ ഇൻ ഓൾ ഇത് നല്ലതാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് തരാം. ഡ്രൈ സ്കിൻകാർക്ക് ചിലപ്പോൾ ഇത് ഡ്രൈയിങ് ആവും. ഇതിപ്പോൾ എനിക്കിതിങ്ങനെ ഓയിലായിട്ട് കിടക്കുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ആ സെറ്റിംഗ് സ്പ്രേ, മറ്റേ prep+, ആ സംഭവം തന്നെ, അത് നമ്മൾ യൂസ് ചെയ്തില്ലേ. അപ്പോൾ അത് നമ്മൾ ഓയിലി സ്കിൻകാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ അത് നല്ലത്. സോ എല്ലാം കൂടിയും എന്താ പറയുക, എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമായി, നോ പ്രോബ്ലം. എനിക്ക് എൻ്റെ ഷെയ്ഡ് കിട്ടിയതാണ് എനിക്കിഷ്ടമായത്. എന്നെ വാഷ് ഔട്ട് ചെയ്യുന്നില്ല. ആൻഡ് താങ്ക്ഫുള്ളി ഒരു പിങ്ക് ടോൺ ഷെയ്ഡ് ഇവരുടെ ഉണ്ട്. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് 2 മണിക്കൂറായി. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്തത് കേട്ടോ. ഇതാണ്. അങ്ങനെ ഫൗണ്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഒന്നും ആയിട്ടില്ല. ചെറുതായിട്ടൊന്നും ഓയിലി ആയിട്ടുണ്ട്. ബട്ട് ഫൗണ്ടേഷൻ ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല.
ആൻഡ് ലിപ്സ്റ്റിക്കും അങ്ങനെ തന്നെ ഉണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ ഞാൻ ബ്രൗസ് ചെയ്യായിരുന്നു എന്തൊക്കെയോ. അപ്പോൾ ഞാൻ കാര്യമായിട്ട് എന്താ പറയുക പണിയൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു 2 മണിക്കൂറിൽ. സോ ഫൗണ്ടേഷൻ അങ്ങനെ സ്വെറ്റ് ആയിട്ടൊന്നുമില്ല. സോ അത് എന്നാലും ഞാനൊരു അപ്ഡേറ്റ് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് 3 hours ആയി. ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കുറച്ച് ഒപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഫൗണ്ടേഷൻ അവിടെ തന്നെ ഉണ്ട്, അങ്ങനെ കാര്യമായിട്ട് നീട്ടില്ല. പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല ഈ 3 hours ഞാനൊന്നും കഴിച്ചിട്ടില്ല, കാരണം ലിപ്സ്റ്റിക്കും അവിടെ ഉണ്ട്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് ഫെയ്ഡ് ആവുന്നുണ്ട്, പക്ഷെ ഒരു പിങ്ക് ടിൻറ്റ് വിടും കേട്ടോ. ഇപ്പോൾ ഇതേ ചായ ഉണ്ടാക്കാൻ വന്നതാണ്. സോ ഇപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു 2 hours കൂടി ആയി. സോ ടോട്ടലി 5 hours ആയി. സോ ഇതാണ് അപ്ഡേറ്റ്. കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് അവിടെ കുറച്ച് ഗ്രേ ആയിട്ടിരിക്കുന്നത്. സോ കുറച്ച് ഭാഗത്ത് ഫൗണ്ടേഷൻ പോയത് അവിടെ കോമ്പാക്റ്റ് എടുത്തിട്ട് മാക്കിൻ്റെ കോമ്പാക്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ടച്ചപ്പ് ചെയ്തത്. ബട്ട് ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. തീർച്ചയായും ഫൗണ്ടേഷൻ ലൈറ്റ് വെയ്റ്റ് ആണ്. ഹലോ, ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ടോട്ടലി 7 hours ആയി. ആൻഡ് ഞാൻ പിന്നെ വേറെ ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടില്ല. യു ക്യാൻ സീ എത്ര ഓയിലി ആയിക്കണേന്ന്. അത് ഞാൻ ഫൗണ്ടേഷനെ കുറ്റം പറഞ്ഞില്ല, എനിക്ക് ഏത് ഫൗണ്ടേഷൻ ഇട്ടാലും എൻ്റെ സ്കിൻ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതേപോലെ ഉണ്ട് എന്ന് പറയുന്നില്ല. നേരത്തെ ഞാൻ അപ്ഡേറ്റ് തന്നപ്പോൾ അത് കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഓവറോൾ ആയിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ നല്ലതാണ്. പിന്നെ ഇവരുടെ ലിപ്സ്റ്റിക് കുഴപ്പമില്ല, ബട്ട് ഇതിലും വില കുറവുള്ള ലിപ്സ്റ്റിക്സ് ഇപ്പൊ നോക്കുക നിങ്ങൾക്ക്. ഇത് മാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പോക്കറ്റിൽ ഒരു മാക്ക് ഉണ്ടാവുന്നത് ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഇതേപോലത്തെ ടെക്സ്ചർ, ഇതേപോലത്തെ ഫിനിഷും ഇതിലും അധികം ലാസ്റ്റിംഗ് പവറുള്ള വേറെയും ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇവരുടെ കോമ്പാക്റ്റ് നല്ലതാണ്. ബട്ട് എനിക്ക് ഏത് കോമ്പാക്റ്റും, അത് മാക്ക് എന്നല്ല, ബോബി ബ്രൗൺ അല്ല, ഏത് കോമ്പാക്റ്റും ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ഈ തരികൾ വരാറുണ്ട്. അത് ഒരു ബ്രാൻഡിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ സ്കിന്നിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമില്ല, കോമ്പാക്ട്സ് ആണ്. അത് നമ്മൾ സാധാരണ ബേബി പൗഡർ പോലും എനിക്ക് പറ്റില്ല. എൻ്റെ സ്കിൻ എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ സ്കിന്നിന് എനിക്കത് പറ്റുന്നില്ല. ഈ പൗഡർ ഐറ്റംസ് ഒന്നും പറ്റുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. സോ ഓവറോൾ അല്ലെങ്കിൽ ഈ മാക് കോമ്പാക്ട് നല്ലതാണ്, നല്ല മാറ്റ് ഫിനിഷ് തരുന്ന കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഫൗണ്ടേഷൻ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഐ ടോട്ടലി റെക്കമെൻഡ് ദ ഫൗണ്ടേഷൻ. ലൈക്ക് എനിക്ക് ഹൂഡ ബ്യൂട്ടി എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ്. കാരണം ഹൂഡ ബ്യൂട്ടിയുടെ കവറേജ് ഇതിലും അധികമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല കവറേജ് ആണ്. ഹൂഡ ബ്യൂട്ടി ആണ് എനിക്ക് ഇതുവരെ ടിൽ ഡേറ്റ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്. ബോബി ബ്രൗണും ഇഷ്ടം തന്നെയാണ്. സോ ഇഫ് ഐ കമ്പയർ കവറേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് അത്ര കവറേജ് ഇല്ല. പക്ഷെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടിയും ലെയർ ഇട്ടാലും. ആൻഡ് യെസ്, ഹൂഡ ബ്യൂട്ടി ലൈറ്റ് വെയിറ്റ് അല്ല, ഓക്കെ, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഞാൻ നോട്ടിസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ലൈക്ക് ഫേസിൽ ഞാനിപ്പോൾ ആക്ച്വലി ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഷെയ്ഡ് റേഞ്ച് പറയാനുണ്ടോ? ഷെയ്ഡ് റേഞ്ച് അമേസിങ് ആണ്. എല്ലാ ഫേസ് ടൈപ്പ്, അണ്ടർ സ്കിൻ ടോൺസ് എല്ലാത്തിനും ഒരു ഷെയ്ഡ് ഉണ്ടാവും. ബട്ട് ഈ NW, എന്നെ പോലെ ഇത്തിരി ചോന്ന സ്കിന്നാണെങ്കിൽ ഈ NW ഷെയ്ഡ് ചിലപ്പോൾ എല്ലാ കൗണ്ടേഴ്സിലും ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് മാക് കൗണ്ടേഴ്സിൽ പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ള ഷെയ്ഡില്ല. ഞാനത് ഓൺലൈൻ നൈക്കിന്നാണ് വാങ്ങിച്ചത്. സോ ഓവറോൾ എനിക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാനില്ല. അവരുടെ ഒരു മൈനസ് പോയിന്റ് ആകെങ്കിൽ പറയാനുള്ളത് യെസ്, ടുവേർഡ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കുറച്ച് കുറയ്ക്കാമായിരുന്നു പ്രൈസ്. പിന്നെ ഇവര് വേഗൻ അല്ല, ഭയങ്കരമായിട്ട് വേഗൻ പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവും. അത് വേഗൻ അല്ല ആൻഡ് ക്രൂവൽറ്റി ഫ്രീ അല്ല, അതും കൂടി നോട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് ഇത് ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.